Let us all turn to the book of Peter, first book. Chapter number 1, verse number 3 to 5. First Peter 1, chapter number 1, 3 to 5. Blessed be to God and Father of our Lord Jesus Christ, which according to his abundant mercy hath begotten us again to a lively hope by the resurrection of Jesus Christ from the dead, to an inheritance incorruptible, undefiled, and that fadeth not away, reserved in heaven for you, who are kept by the power of God through faith and to salvation ready to be revealed in the last time. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. So this evening I would like to this afternoon I would like to speak on the salvation ready to be revealed in the last time. ഈ മധ്യാഹ്നത്തിൽ വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷ എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മളോട് സംസാരിക്കുന്നത്. Enoch was the pattern who received that salvation in his time. ഹാനോക്കാണ് തന്റെ തലമുറയിൽ ആ രക്ഷ പ്രാപിച്ച ഒരു വ്യക്തി. Many times people are not understanding the real salvation. പലപ്പോഴും ശരിയായ രക്ഷ എന്താണെന്ന് ജനത്തിന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. It has two sides. One is our soul salvation and our physical salvation. രക്ഷയ്ക്ക് രണ്ട് തലങ്ങളാണുള്ളത്. ഒന്ന് നമ്മുടെ പ്രാണന്റെ രക്ഷ, മറ്റൊന്ന് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായിരിക്കുന്ന രക്ഷ. The first coming of Christ is connected with the salvation of our soul. യേശുവിന്റെ ഒന്നാമത്തെ വരവ് നമ്മുടെ പ്രാണൻ, നമ്മുടെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട രക്ഷയെ കുറിക്കുന്നതാണ്. He died on the cross and shed the blood and he redeemed us and saved us from the sin. അവൻ നമുക്ക് വേണ്ടി തന്റെ രക്തമൊഴുക്കി, നമ്മെ ക്രൂശിൽ രക്തമൊഴുക്കി മരിച്ച് നമ്മെ അവൻ വീണ്ടെടുക്കുവാൻ, നമ്മുടെ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ യേശു നമുക്കായി ബലിയായി. Christ died on the cross and saved us is the central point of the salvation message. രക്ഷയുടെ കേന്ദ്ര സന്ദേശം എന്ന് പറയുന്നത് യേശു നമുക്ക് വേണ്ടി വന്നു, അവൻ രക്തമൂറ്റി തന്നു, നമ്മെ രക്ഷിച്ചു, വീണ്ടെടുത്തു എന്നുള്ളതാണ്. Here Peter is saying, എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നത് salvation ready to be revealed in the last time. പൗലോസ് ഇവിടെ പറയുകയാണ് അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്നതായ രക്ഷ. What is that salvation? അങ്ങനെയാണെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച് നമുക്ക് രക്ഷ തന്നെങ്കിൽ പിന്നെ ഈ പറയുന്ന രക്ഷ ഏതാണ്? It is a salvation of our body. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായിരിക്കുന്ന രക്ഷയെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്. So God promised this corruptible body must take over the incorruptibility. അഴുകിപ്പോകുന്നതായ, ദ്രവിച്ചു പോകുന്നതായ ഈ ശരീരം ദ്രവത്വമില്ലാത്തതായ അദ്രവത്വമുള്ള ഒരു ശരീരത്തെ പ്രാപിക്കുന്നതായ ഒരു രക്ഷയെ കുറിച്ചാണ്. That salvation can be fulfilled in our lives only through the power of the resurrection of Jesus Christ. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാന ശക്തി, ആ ഉത്ഥാന ശക്തിക്ക് മാത്രമേ നമ്മുടെ ദ്രവിച്ചു പോയതായ ശരീരത്തെ വീണ്ടും പുതുജീവനിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുകയുള്ളൂ. Paul is writing in his epistle, പൗലോസ് തന്റെ ലേഖനത്തിൽ പറയുന്നത് those who are dead in Christ, ക്രിസ്തുവിൽ നിദ്ര കൊള്ളുന്നവർ, മരിച്ചവർ, and they will hear the voice of God. അവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും. But at the same time, those who are all alive, അപ്പോൾ തന്നെ ജീവിച്ചിരിക്കുന്നവരായ കുറച്ചു പേരുണ്ടല്ലോ, they also will be transformed in the twinkling of an eye. കണ്ണടയ്ക്കുന്നതിനിടയിൽ, കണ്ണടച്ചു തുറക്കുന്ന അതിനുള്ളിൽ ജീവിച്ചിരിക്കുന്നവർ രൂപാന്തര ശരീരധാരികളായി തീരും. Here the Bible is telling very clearly, തിരുവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത് the inheritance is already reserved for you. The English translation is excellent. ആമേൻ. തന്റെ പുത്രന്റെ രാജ്യത്തിലുള്ളതായ ആ അവകാശം നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞവരാണ്.
In Tamil translation, it says there is an inheritance kept for you, but the English translation says it is reserved for you. അത് നമുക്ക് വേണ്ടി ഒരുക്കി അവിടെ മാറ്റി വെച്ചിരിക്കുകയാണെന്നാണ് ഇംഗ്ലീഷിന്റെ പരിഭാഷ അനുസരിച്ച്. എന്നാൽ തമിഴ് പരിഭാഷ അനുസരിച്ച് അത് നമുക്ക് വേണ്ടി അവിടെ വെച്ചിട്ടുണ്ടെന്നാണ്. So here every true Christian must be assured that kind of reservation is waiting for me. ആ ഒരു ശരിയായ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു വീണ്ടെടുപ്പിന്റെ രക്ഷ നമുക്ക് വേണ്ടി ഉണ്ടെന്നുള്ളത് തന്നെയാണ്. All who realize that reservation is said, my citizenship is in heaven. ഈ ഉയർപ്പിനെക്കുറിച്ച് നല്ല ബോധം പ്രാപിച്ചതായ പൗലോസ് പറയുന്നത് എന്റെ പൗരത്വമോ അത് സ്വർഗ്ഗത്തിലാകുന്നു. So the salvation of the soul is the most important thing. ഒരു വ്യക്തിയുടെ ആത്മാവിന്റെ രക്ഷയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. If you are not born again, you must be born again. നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചവരല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കണം. You cannot join in a church, you must born in a church. അവൻ നിങ്ങൾക്ക് ഒരു സഭയോട് ചേർക്കപ്പെടാൻ കഴിയും, പക്ഷെ സഭയ്ക്കകത്ത് ജനിക്കാൻ പറ്റുകയില്ല. If you are not born again, you will never see the kingdom of God. വീണ്ടും ജനിക്കാത്ത ഒരു ജീവിതമാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ദൈവരാജ്യം കാണുകയില്ല. You all must become the new creature in Christ. ക്രിസ്തുവിൽ നീ ഒരു പുതു സൃഷ്ടിയായി തീരണം. And all your sins must be forgiven. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടേണ്ടതുണ്ട്. You must have an assurance that you have received the remission of sin. അവൻ പാപമോചനം, പാപത്തിന്റെ മോചനം നിങ്ങൾ പ്രാപിച്ച വ്യക്തിയാണെന്നുള്ള ഉറപ്പ് നിങ്ങൾ പ്രാപിച്ചെടുക്കണം. You must be baptized in the name of the Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ സ്നാനപ്പെട്ടു എന്ന് ഉറപ്പ് വരുത്തുക. You must receive the gift of the Holy Ghost. പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു ജീവിതമാണെന്ന് നിങ്ങൾ ഉറപ്പാക്കണം. You must live a holy life and separated life with God. നിങ്ങൾ ഒരു വിശുദ്ധ ജീവിതവും ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെട്ടതായ ഒരു ജീവിതവും നയിക്കുന്ന ഒരു ജീവിതമായി തീരണം. You all must be sealed by the Holy Ghost. പരിശുദ്ധാത്മാവ് നിന്നെ കാണുന്ന ഒരു ജീവിതമാകണം. For such kind of a people, the inheritance is already reserved there in heaven. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് സ്വർഗ്ഗത്തിൽ അവൻ ഒരു അവകാശം നീക്കി വെച്ചിരിക്കുന്നത്. Till that point of time, ആ സമയം വരെ we have to live in this earth. അതുവരെ നമുക്കത് പ്രാപിക്കുന്നത് വരെ നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചേ പറ്റൂ. After you receive the salvation, രക്ഷ പ്രാപിച്ചു കഴിയുമ്പോൾ God is not taking us to the different planet and keeping us there. നമ്മളെ വേറെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ അത് നമ്മളെ കൊണ്ട് വെക്കുകയല്ല ദൈവം ചെയ്യുന്നത്. But still we have to live in this world. രക്ഷ പ്രാപിച്ചതിന് ശേഷം നമ്മുടെ രക്ഷയുടെ സമ്പൂർണ്ണ അവസ്ഥ വന്നതിന് ശേഷം നമ്മൾ വീണ്ടും ഈ ഭൂമിയിൽ തന്നെ വസിക്കേണ്ടവരാണ്. We have to live our life. നാം അങ്ങനെ ഒരു ജീവിതം നയിക്കണം. We have responsibilities. നമുക്ക് ഇവിടെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും. We have commitments. നമുക്ക് ഒരുപാട് നിയോഗങ്ങൾ ഉണ്ടാകും. We have to face some challenges and problems. നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. But nothing can overtake us. എങ്കിലും ഇതൊന്നും നമ്മുടെ തലയ്ക്ക് മീതെ കവിയുകയില്ല. Because God gave His promise to His children to have a blessed and safe life in this world. ദൈവത്തിന്റെ വചനത്തിൽ അവർ നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്ന ഒരു കാര്യമാണ്, ഇതൊന്നും നമ്മെ ബാധിക്കുകയില്ല. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യകരമായ ഒരു ജീവിതം വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നു. നമുക്ക് അനുഗ്രഹവും സംരക്ഷണവും ദൈവത്തിന്റെ വചനത്തിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. പത്രോസും അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. There is not only an inheritance is waiting for you. നമുക്ക് വേണ്ടി ഒരു അവകാശം കാത്തിരിക്കുന്നത് മാത്രമല്ല, that time you are protected by the power of God. ദൈവശക്തിയാൽ നിങ്ങൾ കാക്കപ്പെടുകയും ചെയ്യുകയുടെ. Jesus said, I will build my church. യേശു പറഞ്ഞതാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും. The gates of hell cannot prevail against it. Because God's protection is around the church. If you belong to the Christian religion, Christian religion cannot protect you and save you. Only the revelation about the Jesus Christ will save you and keep you safe. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടിൽ മാത്രമേ ഒരു ദൈവമഹിമ ഈ ലോകത്തിൽ
കാത്തു സൂക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. Nowadays in India, the religion has become a big issue. ഇന്ന് ഇന്ത്യ രാജ്യത്ത് മതം എന്ന് പറയുന്നത് ഒരു വലിയ കീറാമുട്ടിയായി മാറിയിരിക്കുന്നു. Each and every people, they are lifting up their religion. എല്ലാവരും തങ്ങളുടെ മതത്തെ ഉയർത്തി നിർത്തുകയാണ്. In that same syndrome, even the Christianity also fallen. ഇതിന്റെ ഒരു ട്രെൻഡിലേക്ക് ക്രിസ്ത്യാനിത്വം പോലും വീണുപോയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. They are trying to uplift the religion like anything. എല്ലാ മതങ്ങളും ഉയർത്തുകയല്ലേ? അപ്പൊ നമ്മൾ ഉയർത്തണമെന്ന നിലയിൽ ക്രിസ്ത്യാനികൾ തങ്ങളുടെ മതത്തെയാണ് ഉയർത്തുന്നത്. Even the Christian churches are trying to involve in politics. ഇന്ന് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ദൈവമക്കൾ പോലും പൊളിറ്റിക്സിൽ രാഷ്ട്രീയത്തിൽ സജീവമായി പങ്കെടുക്കുന്നു. They are also forming the political parties. ഇന്ന് ഒരുപാട് വിശ്വാസികൾ പൊളിറ്റിക്കൽ പാർട്ടികൾ രൂപീകരിക്കുന്നു. The Christians, they want to become the MLAs and MPs. ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ മോഹം എന്താണെന്നറിയാമോ? ഇവിടുത്തെ MP ആകണം, MLA ആകണം. What they are thinking, അവരുടെ ചിന്ത, if I become a MLA or MP, ഞാൻ ആലുവായുടെ MLA ആയി തീർന്നാൽ I will become the protection to the church. ഞങ്ങളുടെ ഇവിടുത്തെ സഭയ്ക്ക്, ആത്മപാസ്റ്റർ സഭയ്ക്ക് ഞാൻ വലിയ സംരക്ഷണം കൊടുക്കുമെന്ന The no MLA, no MP is the protection to the church. The God is the only protection to the church. എന്നാൽ ഒരു MLA MP കേൾക്കണം, അവൻ ദൈവപുരാൻ അല്ലാതെ ദൈവസഭയെ സൂക്ഷിക്കുവാൻ ഒരു MLAയ്ക്കും കഴിയുകയില്ല. If the government wants, they can touch the Christian religion. ഏതെങ്കിലും ഒരു മതത്തെ തൊടുവാൻ അവർ തീരുമാനിച്ചാൽ They can touch the religion, Christian religion. ഒരു മതത്തെയല്ലേ അവർക്ക് തൊടാം. But we are not belong to the Christian religion. പക്ഷെ നമ്മളാരാ? നമ്മൾ മതമല്ല. We are all belong to the body of Jesus Christ. നമ്മൾ യേശുക്രിസ്തുവിന്റെ ശരീരമാണ്. We are not bought with the price. നമ്മളൊരു വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ്. We are the people under the covenant of God. നമ്മൾ ദൈവത്തിന്റെ ഉടമ്പടിയുടെ കീഴിലുള്ളവരാണ്. Not even a single hair will fall from your head without the will of God. ദൈവത്തിന്റെ ഹിതമറിയാതെ, ദൈവമറിയാതെ തലയിലെ ഒരു മുടി പോലും നിലത്തു Each വീഴുകയില്ല. and every hair is numbered. കാരണം നിന്റെ തലയിലെ മുടികളെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. God is in your side. അവൻ ദൈവത്തിന് അനുകൂലമാണ്. You are under the protection of God. നീ ആയിരിക്കുന്നത് ദൈവത്തിന്റെ സംരക്ഷണയുടെ അകത്താണ്. Don't worry about what is happening around there. ചുറ്റുപാടിൽ എന്ത് നടക്കുന്നുവെന്ന് നീ ഭയപ്പെടണ്ട. Don't worry about the television news. അവൻ ടെലിവിഷനിൽ വരുന്ന വാർത്തകളെ കേട്ട് നീ പേടിക്കണ്ട. God is always be with you. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ ദൈവം നിന്റെ കൂടെയാണ്. When God gave the commission to the disciples, ശിഷ്യന്മാർക്ക് അവർ നിയോഗം കൊടുത്തപ്പോൾ go ye all over the world ഭൂലോകമൊക്കെ പോയി സുവിശേഷം പ്രസംഗിക്കുക. preach the gospel സുവിശേഷം പ്രസംഗിക്കുക. and make them want to be a disciple. അവരെ ശിഷ്യരാണെന്ന് പറഞ്ഞപ്പോൾ And he gave the promise, അവൻ ഒരു വാക്കുകൂടെ പറഞ്ഞു, I will be with you ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. into the end of the world. ലോകാവസാനം വരെയും We have powerful promises. നമ്മൾ ആരാണെന്നറിയാമോ? ശക്തമായ വാഗ്ദാനം ലഭിച്ച ജനമാണ്. Governments will come and the governments will go. അവൻ ഗവൺമെന്റുകൾ വരും, അവർ പോകും. Kingdoms will come and kingdoms will go. രാജ്യങ്ങൾ വരും, അവർ പോകും. But there is only one kingdom is always stand forever. എന്നാൽ എന്നേക്കും നിലനിൽക്കുന്ന ഒരേ ഒരു രാജ്യമേ ഉള്ളൂ. Even though we are the citizens of India, നമ്മളൊക്കെ ഇപ്പോൾ ഇന്ത്യയുടെ പാസ്പോർട്ടുള്ള പൗരന്മാരാണെങ്കിൽ but we all belong to the kingdom of Jesus Christ. ഈ രാജ്യത്തിന്റെ വകയല്ല, നമ്മൾ യേശുവിന്റെ രാജ്യത്തിന്റെ വകയാണ്. Jesus is not only a king of this kingdom, ഈ രാജ്യത്തിന്റെ മാത്രം രാജാവല്ലവൻ. he is a king of the kingdoms. അവൻ എല്ലാ രാജാക്കന്മാരുടെയും രാജാവാണ്. He is a king of the kings. രാജാക്കന്മാരുടെ മേലുള്ള രാജാവാണ്. There is two scriptures in the book of Proverbs. അവൻ സദൃശ്യവാക്യത്തിൽ രണ്ട് വാക്യങ്ങളുണ്ട്. The heart of the king is the hand of God. അവൻ രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിലിരിക്കുന്നു. He will direct the direction by his will. അവൻ അതിനെ തനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ഒരു നീർത്തോട് കണക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കർഷകൻ കൊണ്ടുപോകുന്നത് വിടുമെന്ന്. There is another scripture in the same Proverbs. മറ്റൊരു സദൃശ്യവാക്യത്തിൽ തന്നെ വേറെ വാക്യമുണ്ട്. Many people seek the face of the king, അവൻ രാജാക്കന്മാരുടെ മുഖം പലരും കാണും. but everyone's judgment will come by God only. എന്നാൽ ന്യായവിധിയോ യഹോവയിൽ നിന്നും വരുന്നു. The true, the earthly king is not the deciding authority on your case and my case. എന്റെയും നിങ്ങളുടെ വ്യവഹാരങ്ങൾ നടത്തുന്നത് യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഇവിടുത്തെ ന്യായാധിപനോ അല്ല. You are the child of God. God is the final authority.
നീ ദൈവമകനെങ്കിൽ, നീ ഒരു വിശ്വാസിയെങ്കിൽ നിന്റെ കേസ് തീർക്കുന്നത്, വ്യവഹാരം നടത്തുന്നത് സ്വർഗ്ഗമാണ്. Without God, nothing can happen in our life. കർത്താവിന്റെ പൈതലേ, ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒരു സംഭവവും നടക്കത്തില്ല. That time of salvation, കാരണം നമ്മൾ രക്ഷയുടെ ആ അറ്റത്ത് നിൽക്കുന്നവരാണ്. till the time of salvation, രക്ഷയുടെ സമയത്ത് you are kept by the power of God. നീ ദൈവശക്തിയാൽ കാത്തു സൂക്ഷിക്കപ്പെട്ടവനാണ്, സൂക്ഷിക്കപ്പെട്ടവനാണ്. Not by the power of the money, അവൻ ഒരിക്കലും പണത്തിന്റെ ശക്തി കൊണ്ടല്ല, not by the power of the American dollar, അമേരിക്കൻ ഡോളറിന്റെ ശക്തി കൊണ്ടല്ല നീ നിൽക്കുന്നത്. not by the associations, ഏതെങ്കിലും അസോസിയേഷന്റെ ശക്തിയല്ല, not by the pastor's fellowship. പാസ്റ്റേഴ്സ് ഫെലോഷിപ്പിന്റെ ശക്തി കൊണ്ടല്ല. You are kept only by the power of God. ഇന്ന് പകൽ നീ പറയ്, ഞാൻ നിൽക്കുന്നത് എന്റെ ദൈവത്തിന്റെ ശക്തിയാലത്രേ. If you are walking with God, നീ ദൈവത്തോടുകൂടെ നടക്കുന്ന ഒരു God ജീവിതം, is always with you. കർത്താവ് നിന്റെ കൂടെയാണ്. In your Christian life, നിന്റെ ക്രിസ്തീയ if you ജീവിതത്തിൽ are walking according to the word of God, നീ വചനപ്രകാരം ജീവിക്കുന്ന ഒരു ജീവിതമെങ്കിൽ you are not walking alone. നീ ഒറ്റയ്ക്കല്ല, You are walking with God. നീ ദൈവത്തോടൊപ്പമാണ് He നടക്കുന്നത്. is with you. അവൻ കൂടുണ്ട്. In every situation that you face, നീ അഭിമുഖീകരിക്കുന്ന എല്ലാ സാഹചര്യത്തിലും He അവനുണ്ട്. is always with you. അവൻ നിന്റെ കൂടെ നിനക്ക് അനുകൂലമാണ്. My dear brothers and sisters, എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, kept by the power of God നാം ആരാണെന്ന് പത്രോസ് പറയുന്നത്, നമ്മൾ ദൈവശക്തിയാൽ കാക്കപ്പെടുന്നവരാണ്. till the end of the salvation to be revealed. അവൻ വെളിപ്പെടുവാനുള്ളതായ രക്ഷ വെളിപ്പെടുന്നത് വരെ ദൈവശക്തിയാൽ നാം കാക്കപ്പെടുന്നു. So this is the place of the security. ഇതാണ് നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നതായ ഏറ്റവും വലിയ സംരക്ഷണ ഇടം. The Bible says the name of the Lord is a strong tower, വചനം പറയുന്നു, യഹോവയുടെ നാമം ബലമുള്ള ഒരു ഗോപുരം, and righteous runneth into it, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം and പ്രാപിക്കും. he is safe. അവൻ അഭയം പ്രാപിക്കും, രക്ഷപ്പെടും. Many people, they always feel proud about what church member they belong. പലരുടെയും ആ ഗർവം, ഞാൻ ഇന്ന സഭയിലെ കൂട്ടായ്മയിലെ ആളാണ്. In some churches they give the ID card to the members. ചില സഭകളിൽ ഇന്ത്യയിൽ അവര് ആ സഭയുടെ മെമ്പറാണെന്ന് കാണിക്കുന്ന ഐഡന്റിറ്റി കാർഡ് കൊടുക്കും. So they will always keep that card with them. ഏതാണ്ട് വെല്ലുകാരൻ നേടിയതുപോലെ ഈ ഐഡന്റിറ്റി കാർഡൊക്കെ കൊണ്ട് ഞെളിഞ്ഞൊരു നടത്തും. Brother, don't go to that kind of a small church. They are worshiping in the house. എന്റെ സഹോദരൻ, ഒരിക്കലും അങ്ങോട്ട് പോകരുത്. അത് പാവപ്പെട്ടവര് ആരാധിക്കുന്ന സ്ഥലമാണ്. Only 15 people are coming. Even the pastor is not crossed 10th class. 15 പേര് മാത്രമേ ഉള്ളൂ. അവിടുത്തെ പാസ്റ്ററാണെങ്കിൽ 10ാം ക്ലാസ് പോലും ജയിച്ചിട്ടില്ല. You must go and join in a big organization. That pastor is a PhD, DD, BD. Whatever the degrees there, he got everything. നിങ്ങൾ എന്തെങ്കിലും സഭയിൽ പോകുവാണെങ്കിൽ എന്നോട് പറയണം, ഐഡന്റിറ്റി കാർഡ് ഞാൻ നിങ്ങൾക്ക് മേടിച്ചു തരാം. ഞങ്ങളുടെ പാസ്റ്ററാണെന്ന് പറഞ്ഞാൽ പാസ്റ്ററുടെ പേര് കഴിഞ്ഞിട്ട് പിന്നെ PhD, DD, AD, BD സകല പേരുകൾ ഇങ്ങനെ വാല് പോലെ കിടക്കും. So the people are there trying to be proud about what church organization they belong. ഇങ്ങനെ ഒരു സഭയിൽ പോയി കഴിഞ്ഞാൽ അഹങ്കാരമില്ലാത്തവരും നെകളോ അഹങ്കാരം ഉണ്ടാകുമെന്നുള്ളതിന് ഒരു സംശയം വേണ്ട. Oh brother, I belong to this. I belong to that. ഞാൻ ആ വലിയ സഭയുടെ ഭാഗമാണ്. They are feeling very proud about that. ഭയങ്കര ഗർവമാണ്, അഹങ്കാരം. The question is, ചോദ്യം, are you belong to Christ? എന്റെ ചോദ്യം ഇതാണ്, നീ ക്രിസ്തുവിലാണോ? Are you belong to the church of God? നീ ദൈവസഭയിലാണോ? Are you washed by the blood of Jesus Christ? യേശുവിന്റെ രക്തത്താൽ നീ കഴുകപ്പെട്ട Are വ്യക്തി? you filled with the Holy Ghost? പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട വ്യക്തിയാണോ? Are you happy? You have the revelation of God. നീ ദൈവത്തിന്റെ വെളിപ്പാട് പ്രാപിച്ച വ്യക്തിയാണോ? That is the most important thing. അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചോദ്യം. One time a mason, he is a born again believer. One mason. ഒരു മേസ്ത്രി ഒരു വീണ്ടുജനനം പ്രാപിച്ച He വിശ്വാസി. was working in a 4th floor in a what do you say that Saram. I don't know what is it with that Malayalam. It's like something which was tied up with the sticks, you know. Yeah, foldings. Yeah, he's standing and working in the 4th floor. ഒരു സ്കഫോൾഡിംഗ് ഒക്കെ വെച്ച് 4ാം നിലയിൽ ഒരു മേസ്ത്രി, രക്ഷിക്കപ്പെട്ട മേസ്ത്രി പണിയുന്നു. And suddenly something went wrong. എന്തോ അവിടെ ഒരു പ്രശ്നം സംഭവിച്ചു. He lost his balance.
അപ്പോൾ ഈ വിശ്വാസിയായ മേസ്ത്രിക്ക് He was- ബാലൻസ് നഷ്ടപ്പെട്ടു. He just fallen from the fourth floor to the down. നിങ്ങൾ ചിന്തിക്കണം, 4ാം നിലയിൽ നിന്ന് മേസ്ത്രി താഴോട്ട് വീഴുക. All the workers, everybody screaming and shouting, "Ayyo!" എല്ലാവരും ഉറക്കെ നിലവിളിക്കുക. By the time when he had a fall on the floor, 4ാം നിലയിൽ നിന്ന് മേസ്ത്രി താഴെ വീണു. and everybody thought he's collapsed. അദ്ദേഹം മരിച്ചെന്ന് വിചാരിച്ചു. Within a minute, 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ he just got up and said, "I am fine." പൊടിയൊക്കെ തൂട്ട് ഈ മേസ്ത്രി എഴുന്നേറ്റ് വരിക. കുഴപ്പമൊന്നുമില്ലല്ലോ. Brother, what I'm telling you is the truth. ഞാൻ പറഞ്ഞത് സത്യം. Everybody said, "Ayyo!" എല്ലാവരും അയ്യോ എന്ന് നിലവിളിച്ചപ്പോൾ He only said, "Jesus!" അവൻ എന്നാൽ ഇവൻ വിളിച്ചത് യേശുവേ. While he was falling from that place, 4ാം നിലയിൽ നിന്ന് മേസ്ത്രി വീഴുമ്പോൾ he said, I felt that somebody is holding my body and bringing it safely back. ഈ മേസ്ത്രി പറഞ്ഞെന്താണെന്നറിയാമോ? ഞാൻ ആ വീണോണ്ടിരിക്കുന്ന സമയത്ത് ആരുടെയോ കൈകളിലാണ് ഞാൻ ഇങ്ങനെ കിടക്കുന്നത്. And somebody brought it safely back to me. ആരോ എന്നെ സുരക്ഷിതമായി നിലത്തിറക്കി. That is nobody else. That is the angel of the Lord. ആമേൻ. അത് മറ്റാരുമല്ല, അത് കർത്താവിന്റെ ദൂതനാണ്. God's divine protection is always there upon God's people. ആമേൻ. നിങ്ങൾക്കറിയാമോ, ദൈവമക്കളുടെ മേൽ എപ്പോഴും ദൈവത്തിന്റെ ഒരു സംരക്ഷണം. When you are not having faith on God's protection, ദൈവത്തിന്റെ ആ സംരക്ഷണയിൽ നിനക്ക് വിശ്വാസമുള്ളപ്പോൾ, when you try to save yourself by your own thinking and ideas, നിങ്ങളുടെ സ്വന്തം ബുദ്ധി കൊണ്ടോ കഴിവ് കൊണ്ടോ നിങ്ങളെ രക്ഷിക്കാൻ നോക്കിയാൽ, let me tell you something. You are going into the zone of danger. ആമേൻ. നിങ്ങൾ ഒരു അപകട മേഖലയിലേക്കാണ് പോകുന്നത്. So we are the property of God. We are the church of the living God. നമ്മൾ ആരാണ്? നമ്മൾ ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ വകയാണ്. So it is the duty of God to protect us. ആമേൻ. നമ്മെ സൂക്ഷിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. We must always keep ourselves in the zone, the safe zone. ദൈവം നമ്മെ എപ്പോഴും ഒരു സുരക്ഷിത സ്ഥാനത്താണ് നിർത്തുന്നത്. In a lot of times, because of the corona, many places were declared as a red zone. ആ കൊറോണ വന്നപ്പോൾ പല സ്ഥലങ്ങളിലും റെഡ് സോൺ ആയിട്ട് പ്രഖ്യാപിച്ചു. Let there be many red zones, but we are in the same zone. ആമേൻ. എവിടെല്ലാം റെഡ് സോൺ ആണെങ്കിലും നമ്മളെവിടെ? നമ്മളൊരു സേഫ് സോണിലാണ്. Only God's divine protection is on us. ആമേൻ. നമ്മുടെ ഏക ആശ്രയം ദൈവം നൽകുന്നതായ ആ ദൈവിക സംരക്ഷണമാണ്. So who can enjoy that God's divine protection? ആർക്ക് ദൈവം നൽകുന്നതായ ഈ സംരക്ഷണം ആസ്വദിക്കാൻ പറ്റുന്നത്? Those who are all walking with God. ദൈവത്തോടൊപ്പം നടക്കുന്നവരാരോ അവർക്ക്. Many times we always think about the promise, I never leave you, never forsake you. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടത്തില്ല, കൈവിടുകയില്ല. No time God never leaving us and going away. എന്നാൽ ചിന്തിക്കുക, ദൈവം ഒരിക്കലും നമ്മെ വിട്ടിട്ട് പോകുന്നില്ല. But we are only leaving him and going away. നമ്മളാണ് അവന്റെ കൈ വിട്ടിട്ട് പോകുന്നത്. So as long as you stay yourself in the perfect will of God, ദൈവത്തിന്റെ ഹിതത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം, being in the will of God is the protected zone. ഈ ദൈവഹിതത്തിൽ ജീവിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സംരക്ഷണ ഇടം. Whenever you disobey the will of God, നാം ദൈവഹിതത്തെ അനുസരിക്കേണ്ട we കാണിക്കുമ്പോൾ are entering into the danger zone. നമ്മൾ ഉടൻ തന്നെ എവിടെ നിൽക്കുന്നത്? So the true church of the living God, അപകട സോണിലേക്കാണ്. they must live right according to the will of God in their life. ഒരു ശരിയായ ദൈവസഭയാണെങ്കിൽ, ദൈവവൈദ്യനാണെങ്കിൽ അവൻ ദൈവത്തിന്റെ ഹിതത്തിൽ വസിക്കണം. So that is the most important thing. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. When John the Revelator, when he saw the New Jerusalem, വെളിപ്പാടുകാരനായ യോഹന്നാൻ പുതിയ യെരൂശലേമിനെ കണ്ടപ്പോൾ, about the New Jerusalem, it is beautifully recorded in the book of Revelation, chapter number 21. വെളിപ്പാട് 21-ാം അധ്യായത്തിൽ പുതിയ യെരൂശലേമിനെ കുറിച്ച് മനോഹരമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. And God is not only showing the beauty of the Jerusalem, but about the structure of the Jerusalem. ആ യെരൂശലേമിന്റെ മനോഹാരിത മാത്രമല്ല ദൈവം യോഹന്നാന് വെളിപ്പെടുത്തിയത്, ആ കെട്ടിടത്തിന്റെ ആ പണി കൂടെ കാണിച്ചു കൊടുത്തു. But the
The Bible says that chapter number 21 verse number 14 says, വെളിപ്പാട് 21-ാം വാക്യത്തിൽ the wall of the city had 12 foundations, അതിന്റെ പട്ടണത്തിന്റെ മതിലിന്, നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനങ്ങൾ. and in them the name of the 12 apostles of the Lamb. അതെ, ആ ഗോപുരങ്ങളിൽ 12 അപ്പോസ്തലന്മാരുടെ പേര് എഴുതിയിരിക്കുന്നു. My name is not there. എന്റെ പേര് എഴുതിയിട്ടില്ല. Nobody's name is there. മറ്റാരുടെയും പേര് No എഴുതിയിട്ടില്ല. bishop's name is there. No bishop's name is ഒരു there. ബിഷപ്പിന്റെ പേര് എഴുതിയിട്ടില്ല. Johnny Davis' name is not there. ജോണി ഡേവിസിന്റെ പേര് എഴുതിയിട്ടില്ല. Only in the name of the 12 apostles written there. ആ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നഗരവാതിലിൽ, നഗരത്തിന്റെ തൂണുകളിൽ, ഗോപുരങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ മാത്രമാണ്. What does it mean? അതിന്റെ അർത്ഥം എന്താ? The raptured church, which is the New Jerusalem, ആ എടുക്കപ്പെട്ട സഭ എന്നതായ പുതിയ യെരൂശലേം is standing on the right foundation. അത് ശരിയായ അടിസ്ഥാനത്തിന്റെ മേലാണ് നിൽക്കുന്നത്. What is that foundation? എന്താണ് അടിസ്ഥാനം? It is not the name of the 12 apostles. അത് അപ്പോസ്തലന്മാരുടെ പേരുകൾ അവിടെ ഉണ്ടെന്നുള്ളതല്ല. The doctrine what these 12 apostles preached to the church. അപ്പോസ്തലന്മാരെ സഭയിൽ പ്രസംഗിച്ചതായ ഉപദേശം എന്താണോ അതാണ് അവിടുത്തെ പ്രാധാന്യം. So the true church of the living God അതുകൊണ്ട് ശരിയായ ദൈവസഭ, യഥാർത്ഥ is ദൈവസഭ exactly standing on the foundation of the doctrine of the 12 apostles. സത്യസഭ നിൽക്കുന്നത് 12 അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന അടിസ്ഥാനത്തിന്റെ മേലാണ്. So this is the raptured thing that God is showing to him. ഈ യോഹന്നാനെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് ഉത്പ്രാവണം പ്രാപിക്കപ്പെട്ടതായ സഭയുടെ അവസ്ഥയാണ്. But before we become there, go there, നമ്മൾ അവിടെ പോകുന്നതിന് മുമ്പ് we have to stay here for a while. നമ്മൾ ഇവിടെ കുറച്ചു കാലം ജീവിച്ചേ മതിയാകൂ. So we are traveling in a journey. നമ്മൾ ഒരു യാത്രയിലാണ്. If you look about the tabernacle, നമ്മൾ സമാഗമന കൂടാരം നോക്കുമ്പോൾ there are 3 stages on there. 3 ഘട്ടമായിട്ടാണ്. For outer court, ഒരു പ്രാകാരം, holy place, വിശുദ്ധ സ്ഥലം, holy of holies. അതിവിശുദ്ധ സ്ഥലം. So as soon as you enter the outer court, ഈ പ്രാകാരത്തിലേക്ക് ഒരാൾ കടന്നു കഴിയുമ്പോൾ very first thing is there is the altar. നമ്മൾ ആദ്യം കാണുന്നത് ഏറ്റവും മുൻഭാഗത്തുള്ള യാഗപീഠമാണ്. What is the altar? എന്താ ഒരു യാഗപീഠം? Altar is the place where the sacrifice being killed for your sins. നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അതിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തിയുടെ പാപത്തിന് വേണ്ടി യാഗം നടക്കപ്പെടുന്ന സ്ഥലമാണ് യാഗപീഠം. So as soon as you enter into the kingdom of God, നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ തന്നെ you must accept the sacrifice which is our Lord Jesus Christ. ആമേൻ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന യാഗത്തെ നമ്മൾ അംഗീകരിക്കണം. Many people are trying to become righteous by their own deeds. പലരും തങ്ങളുടെ സ്വന്തം നീതികളാൽ, പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടാൻ ശ്രമിക്കുമ്പോൾ We are holy and sanctified only by the justification and the righteousness of Jesus Christ. ഞാനും നിങ്ങളും നീതീകരിക്കപ്പെടുന്നത് ക്രിസ്തു യേശുവിനാൽ ലഭിക്കപ്പെടുന്നതായ നീതീകരണത്താലും അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ശുദ്ധീകരണത്താലുമാണ്. Since our sins are forgiven by our Lord Jesus Christ, we are become the righteousness of God. നമ്മൾ നീതിമാന്മാരും നീതിമതികളുമായി തീർന്നത് എങ്ങനെയാണ്? യേശു നമ്മുടെ പാപങ്ങൾ മോചിച്ചു തന്നത് നിമിത്തം. And after we receive the justification, ഈ നീതീകരണം പ്രാപിച്ചതിനു ശേഷം then we have to enter into the holy place. നമ്മൾ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കണം. There are 3 things out there in the holy place. അവൻ ആ വിശുദ്ധ സ്ഥലത്തിനകത്ത് 3 കാര്യങ്ങളുണ്ട്. And showbread is there on the table. ഒന്ന്, കാഴ്ചയപ്പത്തിന്റെ മേശയുണ്ട്. And opposite to the table there is a silver candlestick. അതിന് നേരെ വിപരീതമായിട്ട്, നേരെ അപ്പുറത്തായിട്ട് ആ നിലവിളക്കുണ്ട്. And there is a golden altar. പിന്നെ നമുക്ക് സ്വർണ്ണ ധൂപപീഠം കാണാം. So the 7 candlesticks always represents the Holy Ghost. അവൻ ഈ 7 നിലവിളക്ക്, പൊൻനിലവിളക്ക് കാണിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ആ വെളിച്ചത്തെയാണ്. By the light of the Holy Ghost, പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്താൽ the bread always represents the God's word. അവൻ അവിടെ നിരത്തി വെച്ചിരിക്കുന്ന കാഴ്ചയപ്പം ദൈവവചനത്തെ കാണിക്കുന്നു. The power of the Holy Ghost and the power of the word, it transforms your life. അവൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും വചനത്തിന്റെ ശക്തിയും ഒരു വിശുദ്ധനെ, ഒരു വിശ്വാസിയെ അതേ ശക്തീകരിക്കുന്നു. After you are justified, you must be separated. അവൻ നിങ്ങൾ നീതീകരിക്കപ്പെട്ടതിന് ശേഷം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നിങ്ങൾ നീതീകരിക്കപ്പെടണം. Now we are living in the process of the separation. നമ്മൾ ഇപ്പോൾ
ഇപ്പോൾ ആയിരിക്കുന്നത് ഒരു വേർപാടിന്റെ പ്രക്രിയയാണ്. God is sending His word and purifying and preparing us. എന്നെ നിങ്ങളെ ദൈവം എന്താ ചെയ്യുന്നത്? ദൈവം നമ്മെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. And there is a final stage is there. ഇതിന്റെ ഏറ്റവും ഒരു പാരമ്യമുണ്ട്. That is entering into the Holy of Holies. അത് വിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനമാണ്. That is called the glorification. അവിടെയാണ് മഹത്വീകരണം, തേജസ്കരണം എന്ന് പറയുന്നത്. Justification, നീതീകരണം, separation, വേർപാട്, glorification. പിന്നീട് തേജസ്കരണം. Glorification is the final destiny of a Christian life. ഒരു ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത് നീതീകരണത്തിലാണെങ്കിൽ അത് വേർപാടിൽ കൂടെ കടന്നു വന്ന് ഏറ്റവും ഒടുവിലായി എത്തേണ്ടതായ തേജസ്കരണത്തിൽ നമ്മൾ എത്തുന്നു. The Bible says, വചനം പറയുന്നു, you are washed, നിങ്ങൾ കഴുകപ്പെട്ടു, and you are justified, നിങ്ങൾ and നീതീകരിക്കപ്പെട്ടു, you are separated, നിങ്ങൾ വേർപെട്ടു, and finally you are going to be glorified. നീ അതേ തേജസ്കരിക്കപ്പെടും. To take the church into the glory, ഈ സഭയെ തേജസ്കരണത്തിലേക്ക് എടുക്കുവാൻ and God is putting us in the furnace. നമ്മെ ഒരു തീച്ചൂളയിലേക്ക് ഇട്ടിരിക്കുകയാണ്. God put us in the situation അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. and purifying us, നമ്മെ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിക്കുന്നു, cleansing us. നമ്മെ വിശുദ്ധീകരിക്കുന്നു. We are not, of course, we are not wearing the ornaments. നമ്മൾ ചിലപ്പോൾ ഒത്തിരി ആഭരണങ്ങൾ ധരിക്കും. Any ornament, before it becomes its beauty, ഈ ഒരു ആഭരണമാകുന്നതിന് മുമ്പ് അതിനെ കാണാം. before it has to go to the fire. ഈ ആഭരണമാകുന്നതിന് മുമ്പ് ആ ലോകം തീക്കകത്ത് പോകണം. So that process takes all the dirt out of the gold. ഈ പൊന്നിനകത്തെ വെള്ളിക്കകത്തെ കീടങ്ങള് ഈ തീ എന്ത് ചെയ്യും? എടുത്ത് കളയും. So this is the time God is shaping us. നമ്മെ ഓരോരുത്തരെയും ദൈവം തന്നെ തീച്ചൂളയിലൂടെ കടത്തിവിട്ട് നമ്മെ ശോധനയിലൂടെ കടത്തിവിട്ട് വിശുദ്ധീകരിക്കുകയാണ്. God is trying to shape our life. നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന സമയമാണ്. Because God is loving us. നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം നമ്മെ ശോധനയിലൂടെ കടത്തിവിടുന്നു. So once we all become the perfect in Jesus Christ, നമ്മൾ യേശുവിൽ സമ്പന്നരായി ഒരിക്കലായി തീർന്നു കഴിയുമ്പോൾ and God will come and take us one day. ദൈവം നമ്മെ ഒരിക്കൽ നമ്മെ അവൻ എടുത്തുകൊണ്ടുപോകും. So what is the sign that you have all come to the maturity of God? ദൈവത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആ പ്രായത്തിന്റെ അളവോളം പക്വതയിലേക്ക് വരുമെന്ന് എന്താ തെളിവ്? The true love of God has to come out of our life. ആമേൻ. നമ്മുടെ മേൽ യഥാർത്ഥ ദൈവസ്നേഹം എപ്പോൾ ഒഴുകുന്നുവോ അപ്പോഴാണ് സമ്പൂർണ്ണ ആ ആളിലേക്ക് നമ്മൾ വന്നെന്ന് പറയാൻ If you കഴിയും. read the 1 Corinthians chapter number 12, 1 കൊരിന്ത്യർ 12-ാം അധ്യായം വായിച്ചാൽ Paul is writing about the different ministries. ആമേൻ പൗലോസ് പല ശുശ്രൂഷകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. And Paul is writing about the 9 gifts of the Holy Ghost. പരിശുദ്ധാത്മാവിന്റെ 9 കൃപാവരങ്ങളെക്കുറിച്ച്. And he is talking about the fivefold ministry. 5 വിധമായ ആ ശുശ്രൂഷകളെക്കുറിച്ച്. But at the end of the chapter he says, എന്നാൽ ആ ശുശ്രൂഷയുടെ ആ അധ്യായത്തിന്റെ അവസാനം is all prophesying? എല്ലാവരും പ്രവചിക്കുന്നുവോ? Is all are speaking in tongues? എല്ലാവരും അന്യഭാഷ സംസാരിക്കുന്നുവോ? Is all are doing healing ministry? എല്ലാവരും രോഗശാന്തി ശുശ്രൂഷ Is ചെയ്യുന്നുവോ? all can become teachers and preachers? എല്ലാവർക്കും ഉപദേശകന്മാരായും പ്രസംഗകരായും Is all are apostles? എല്ലാവരും അപ്പോസ്തലരോ? No. അല്ല. God divided things and given to each and every person according to his measure. അവൻ ദൈവം ആഗ്രഹിച്ചതുപോലെ സകലർക്കും അവൻ ശുശ്രൂഷകളും കൃപാവരങ്ങളും പകർത്തു കൊടുത്തിരിക്കുകയാണ്. But he is ending the 12th chapter in the one word. എന്നാൽ 12-ാമത്തെ അവസാനിക്കുമ്പോൾ പൗലോസ് ഉപയോഗിച്ചിട്ട് ഒരു പദമുണ്ട്. He says, I will show you an excellent way. ഞാൻ നിങ്ങൾക്ക് അതിശ്രേഷ്ഠ മാർഗ്ഗം പഠിപ്പിച്ചു You തരാനാണ്. are all not teachers. അവൻ നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും പ്രവാചകന്മാരല്ല. Only some are apostles. ചിലർ മാത്രം അപ്പോസ്തലന്മാർ, Some are teachers. ചിലർ മാത്രം ഉപദേഷ്ടാക്കന്മാർ, Some are preachers. ചിലർ പ്രസംഗകർ, Some are evangelists. ചിലർ സുവിശേഷകർ, Some are speaking in tongues. ചിലർ അന്യഭാഷ Some സംസാരിക്കും. are having the gift of the Holy gift of the healing. അവൻ ചിലർക്ക് മാത്രം രോഗശാന്തി അത് സംഭരിക്കുന്നുണ്ടാകും. The ministry and the gifts of the Holy Ghost is divided, given to each and every person. ദൈവസഭയുടെ അകത്ത് ശുശ്രൂഷയും അത് കൃപാവരങ്ങളും അത് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. But there is no point in getting jealous over anybody. ഇപ്പൊ ഒരാൾ ഒരു പ്രവാചകനാണ് അല്ലെങ്കിൽ വേറെ ഒരു ഉപദേഷ്ടാവാണ് എന്ന് പറഞ്ഞ് വേറെ ഒരാള് അത് അസൂയപ്പെടേണ്ട ആവശ്യമില്ല. But Paul is telling, പൗലോസ് പറയുന്നത്, don't worry about all these things. നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും ആകുലപ്പെടേണ്ട. I will give you the excellent way. ഞാൻ നിങ്ങൾക്ക് അതിശ്രേഷ്ഠ മാർഗ്ഗം പറഞ്ഞു
What is that excellent way? ഈ കൃപാവരങ്ങളെക്കാളും ശുശ്രൂഷകളെക്കാളും കൂടുതലായിട്ട് പൗലോസിന് പറയാൻ കഴിയുന്ന അതിശ്രേഷ്ഠ മാർഗ്ഗം എന്താണ്? Expressing the love of God is that excellent way. ഈ കൃപാവരങ്ങളും എല്ലാ ശുശ്രൂഷയും ഉണ്ടെങ്കിലും ദൈവസ്നേഹം നമ്മളില്ലെങ്കിൽ അത് കാണിക്കുന്നതാണ് അതിശ്രേഷ്ഠ മാർഗ്ഗം. So 1 Corinthians 13 is full of love. 12-ാം അധ്യായം കൃപാവരങ്ങളെ കുറിച്ച് പറയുന്നെങ്കിൽ അത് 13-ാം അധ്യായം സ്നേഹത്തെ കുറിച്ചുള്ള അധ്യായമാണ്. So the whole chapter of 13 is talks about the love of God. ഈ 13-ാം അധ്യായം മുഴുവനും സ്നേഹം എന്ന അതിശ്രേഷ്ഠ മാർഗ്ഗത്തെ കുറിച്ച് ചുറ്റിരിക്കുന്നു. Paul is telling, I can prophesy many things. ഞാൻ പലപ്പോഴും പ്രവചിക്കാറുണ്ട്. I can speak in foreign tongues. ഞാൻ മറ്റെല്ലാവരെക്കാളും അധികം അന്യഭാഷ സംസാരിക്കുന്നു. I could have great revelations about God. ദൈവത്തെക്കുറിച്ച് വലിയ ശ്രേഷ്ഠമായ വെളിപ്പാട് Even I can have a faith to remove the mountains. എനിക്ക് വേണമെങ്കിൽ മലകൾ നീക്കാനുള്ള വിശ്വാസമുണ്ട്. Even though I have great ministry, great dreams and everything. എനിക്ക് എല്ലാ ശുശ്രൂഷകളും വലിയ അത്ഭുത രോഗസൗഖ്യങ്ങളും ഉണ്ടെങ്കിലും But still if I don't have the love of God, എനിക്ക് സ്നേഹമില്ലെങ്കിൽ I am good for nothing. എന്നെ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. So the good sign of the maturity in our Christian life, ക്രിസ്തീയ ജീവിതത്തിൽ നീ പക്വതയാർന്ന ഒരു ദൈവവൈതലാണെന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ്, God never comes for any immature people. ഒരിക്കലും അപക്വമായ പക്വതയില്ലാത്ത ഒരു സഭയ്ക്ക് വേണ്ടി കർത്താവ് വരത്തില്ല. I told this example many times in my message. You might have heard this. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. For example, in your family, if you have a son to be get married, 26-27 year young boy with lot of dreams and imaginations. നിങ്ങളുടെ വീട്ടിൽ 25-26 വയസ്സ് പ്രായമുള്ള ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും ഉള്ളതായ വിവാഹപ്രായം എത്തിയ ഒരു ചെറുപ്പക്കാരനുണ്ടെന്ന് വിചാരിക്കുക. So as a parent, you are telling him that we are going to settle your life, you are going to get married. അവൻ അപ്പനും അമ്മയും വന്നിട്ട് മകനോട് പറയുകയാണ്, എടാ നീ വളർന്നു, നിന്നെ കെട്ടിക്കാൻ പ്രായമായി, നിന്റെ കല്യാണം ഉടനെ നടത്താൻ പോവുകയാണ്. So what do you say? അപ്പൊ ഈ ചെറുപ്പക്കാരൻ എന്ത് പറയും? Son says, okay, as a parent what you decide, I'm fine. മാതാപിതാക്കന്മാരെന്ന നിലയിൽ അമ്മയപ്പന്മാർ പറഞ്ഞ കാര്യം ഞാൻ അംഗീകരിക്കുന്നു. Okay, tomorrow evening 5 o'clock you be ready. നാളെ 5 മണിക്ക് നിന്റെ കല്യാണമാണ്, നീ ഒരുങ്ങണം. We are going to show you a girl, we are going to visit a family. നമ്മൾ നാളെ ഒരു പെൺകുട്ടിയുടെ വീട് കാണാൻ പോകുന്നു. There is a beautiful girl is there. നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി. You can go and see there. നിനക്ക് അവളെ പോയി കാണാം. But we will settle and we will talk to the parents. നമ്മൾ അവളുടെ മാതാപിതാക്കന്മാരുമായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യും. So all through the night this boy is not sleeping. അന്നത്തെ രാത്രി അവൻ ഉറങ്ങുന്നില്ല. He is rolling here and there. കിടക്കെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഉരുളുവാ. His mind has become with lot of excitement. കാണാൻ പോകുന്ന പെൺകുട്ടിയെ കുറിച്ചുള്ളതായ ചിന്തകള്, സ്വപ്നങ്ങൾ അവന് നിമിത്തം അവൻ ഉറങ്ങാതെ കിടക്കുന്നു, ഉരുളുകയാണ്. He is not eating his breakfast, lunch, dinner not properly because of the excitement. അമ്മ ചോദിച്ചു, നിനക്ക് ഇഡലി വേണ്ടേ? ഒരു ഇഡലിയും വേണ്ട, കാരണം അവൻ അതൊന്നുമല്ല വിഷയം, അവൻ അതിനേക്കാളും വലിയ ചിന്ത അവന്റെ ഉള്ളിൽ കിടക്കുക. So next day he is traveling with the family. അവൻ കുടുംബമായിട്ട് അവരെല്ലാവരും ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നു. When the car turned into the street of that girl, his heart is beating so fast. പെൺകുട്ടിയുടെ അങ്ങോട്ട് പോകുന്നതായ സ്ട്രീറ്റിലേക്ക് കാറ് കയറിയപ്പം ചെണ്ട കൊട്ടുന്നത് പോലെ പടപടാന്ന് ഹൃദയം ഇടിക്കാൻ തുടങ്ങി. As soon as they enter, the family received them and make them to sit in the sofa. പെട്ടെന്ന് ആ വീട്ടുകാരെല്ലാം ഇറങ്ങി വന്ന്, ചെറുക്കൻ കൂട്ടർ വന്നതാണല്ലോ, അവരെ സ്വീകരിക്കാനായിട്ട് ഇറങ്ങി ചെന്നു. And they are serving refreshments. എന്നിട്ട് അവിടെ ആ ടേബിളിന് ചുറ്റും ഇരുന്ന് അവർക്ക് വേണ്ടി റിഫ്രഷ്മെന്റ് കൊടുത്തു. But this boy is not eating anything, drinking anything. He wants to see the girl. ഒരുപാട് കാര്യങ്ങൾ തിന്നാനൊക്കെ ഉണ്ടെങ്കിലും ഇവൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കാരണം അവൻ അവിടെയല്ല ശ്രദ്ധ, കാണാൻ പോകുന്ന പെങ്കൊച്ചിനെ കാണാനുള്ള വാഞ്ച കൊണ്ട് അവൻ തീറ്റി മറന്നു. After 10-15 minutes, ഒരു 10-15 നിമിഷം കഴിഞ്ഞപ്പോൾ now father is telling, I'm going to bring the girl. അപ്പം പറഞ്ഞു, ഞാൻ പെൺകുട്ടിയെ കൊണ്ടുവരാം. The girl is coming. പെൺകുട്ടി ഇറങ്ങി വരുക. This boy got shocked and faint. പെങ്കൊച്ചിനെ കണ്ടതും ചെറുക്കൻ മോഹാലസ്യപ്പെട്ട ഒരൊറ്റ വീഴ്ച. Because that girl was this much. കാരണം LKG ഗ്രാജുവേഷൻ കഴിഞ്ഞ് UKG കയറിയതേ ഉള്ളൂ. One small skirt and top she is wearing. ഒരു കുഞ്ഞു ഫ്രോക്ക് ഒക്കെ ഇട്ട് പെൺകുട്ടി ഒരുങ്ങി വരുക. She put the two side head twisting. ഈ മുടിയൊക്കെ പിന്നി
UKG പഠിക്കുന്ന ഒരു പെങ്കൊച്ചി കയറി വരുവാ. In one hand, she is having the Cadbury's chocolate. ഒരു കയ്യിൽ കാഡ്ബറിയുടെ ചോക്ലേറ്റ് ഇരിക്കുന്നു. This thumb is in the mouth. ആമേൻ. ഒരു കൈ വായിക്കകത്തിട്ടിരിക്കുക. What will happen? ഈ ചെറുക്കൻ ഈ പെൺകുട്ടിയെ കെട്ടാൻ പോകുന്ന ഈ പെണ്ണിനെ കണ്ട് എന്ത് ചെയ്യും? That boy will run out of the house. തീർച്ചയായിട്ടും ഈ ചെറുക്കൻ അവിടുന്ന് ഇറങ്ങി ഒരു ഒറ്റ ഓട്ടമായിരിക്കും. He doesn't want to marry any immature girl. ഈ ചെറുക്കന് വിവാഹപ്രായമെത്തിയ ഈ ചെറുക്കന് ഇതുപോലെ അപക്വമായ ഒരു പെൺകുട്ടിയെ കെട്ടുവോ? The Christ is not coming for all LKG UKG people. ഒരിക്കലും ക്രിസ്തു വരുന്നത് ഇതുപോലെ ഒരു പ്രായമില്ലാത്ത പക്വതയില്ലാത്ത ഒരു മണവാട്ടിക്ക് വേണ്ടിയല്ല. He is coming for the full matured bride, which is beautiful in the sight of Jesus Christ. ആമേൻ. യേശുക്രിസ്തുവിന്റെ ദൃഷ്ടിയിൽ ആമേൻ സൗന്ദര്യ സമ്പൂർണയായ ഒരു പക്വതയുള്ള പ്രായത്തിന്റെ അളവ് പ്രാപിച്ച ഒരു മണവാട്ടിയെ മാത്രമേ അവൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. She was full of faith. She was full of faith. വിശ്വാസം നിറഞ്ഞ്, she was full of joy. സന്തോഷം നിറഞ്ഞ്, she was full of peace. സമാധാനം നിറഞ്ഞ്, she was full of obedience. അനുസരണം നിറഞ്ഞ്, she was full of commitment. ആമേൻ. ഒരു വലിയ നിയോഗം പ്രാപിച്ച, moreover she is full of love. അതിനേക്കാളും ഉപരി ഭർത്താവിനോടുള്ള സ്നേഹത്തിൽ തുളുമ്പി നിൽക്കുന്ന ഒരു പെൺകുട്ടി. she was full of love with unconditional way. ആമേൻ. ആ വ്യവസ്ഥാപിതമല്ലാത്തതായ വ്യവസ്ഥ കൂടാതെ സ്നേഹിക്കാമെന്ന് പറയുന്ന ഒരു പെൺകുട്ടി. The Christ is coming for that kind of a bride. അങ്ങനെ ഒരു മണവാട്ടിക്ക് വേണ്ടി അത്രേ യേശു വരുന്നത്. And Paul is writing in one of the epistle. പൗലോസ് ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്, when I come to give you some strong food, ഞാൻ നിങ്ങൾക്ക് കട്ടിയായ ആഹാരം തരാൻ വന്നപ്പോൾ, but you people are not like looking like babies. നിങ്ങൾക്ക് അത് സ്വീകരിക്കാൻ കഴിയത്തില്ലായിരുന്നു. കാരണം നിങ്ങൾ കുട്ടികളാണ്, ശിശുക്കളാണ്. And what, he is not coming for Sunday school. ആമേൻ. ഒരിക്കലും സൺഡേ സ്കൂളിലേക്കല്ല അവൻ വരുന്നത്. Sometimes I get into some churches, I'm not able to preach at all. ചില സഭയിലൊക്കെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ദൈവവചനം പ്രസംഗിക്കാൻ ഒക്കത്തില്ല. The message what I'm preaching, everybody is enjoying. ഇപ്പൊ ഇവിടെ ഞാൻ പ്രസംഗിക്കുന്ന എല്ലാവരും ആസ്വദിക്കുക. You are able to grasp and digest and accept the word. കാരണം ഞാൻ ഇവിടെ പ്രസംഗിക്കുന്ന ദൈവവചനം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്, നിങ്ങൾ അത് സ്വീകരിക്കുന്നുണ്ട്, നിങ്ങൾ അതിൽ ആസ്വദിക്കുന്നുണ്ട്. But some church believers are just like small babies. ആമേൻ. ചില സഭയിൽ ചെന്നാലുണ്ടല്ലോ നമുക്ക് ഇതുപോലൊരു വിഷയം എടുത്ത് പ്രസംഗിക്കാൻ പറ്റത്തില്ല. We can only tell some stories to them. അവരോട് കുറച്ച് കഥകൾ മാത്രം പറഞ്ഞു കൊടുക്കാം. Because they are not able to grasp anything. കാരണം ഈ മർമ്മം പറയുന്നത് അവർക്ക് ഗ്രഹിക്കാനുള്ള ഗ്രാഹ്യശക്തിയില്ല. But Paul is writing in Corinthians, കൊരിന്ത്യരോട് പൗലോസ് പറയുകയാണ്, I am seeing some kind of a childish nature in you. നിങ്ങളിൽ ചില ഒരു ശൈശവത്വം കാണുന്നു. And some people say in the church of Corinthian, I belong to Peter, I belong to Apollo, I belong to this, I belong to that. ആമേൻ. ചിലർ പറയുന്നത് എന്താണെന്നറിയാമോ? കൊരിന്ത്യ സഭയ്ക്കകത്ത് ഞാൻ കേഫാവിന്റെ പക്ഷക്കാരനാണ്, ഞാൻ പൗലൂസിന്റെ പക്ഷക്കാരനാണ്, ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരനാണ്. ചിലർ പറഞ്ഞു ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരനാണ്. You are all having a fightings and arguments with each other. മാത്രമല്ല കൊരിന്ത്യ സഭയുടെ അകത്ത് പരസ്പരം പോരടിക്കുകയും വഴക്കുണ്ടാക്കുകയും വിഭാഗീയതയും ഉണ്ടായിരുന്നു. It shows that immaturity which is in you. ആമേൻ. അത് നിങ്ങളിൽ കാണിക്കുന്നത് നിങ്ങളുടെ അപക്വതയെ കാണിക്കുന്നു. If you have the full of love of God, നിങ്ങളുടെ അകത്ത് ദൈവസ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ you can forgive each other. നിങ്ങൾക്ക് പരസ്പരം ക്ഷമിക്കാൻ പറ്റുമായിരുന്നു. We can respect each other. പരസ്പരം ബഹുമാനിപ്പാൻ പറ്റുമായിരുന്നു. Sometimes we can give up certain things for each other. ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ വിട്ടുകളയാൻ നമുക്ക് പറ്റുമായിരുന്നു. So that is the sign of the maturity. ഒരു പക്വതയുടെ ലക്ഷണം എന്താണ്? To have the maturity in Christian life, ക്രിസ്തീയ ജീവിതത്തിൽ പക്വത ഉണ്ടാകാൻ you must be in the body of Jesus Christ. യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംശിയാകണം. God doesn't have so many bodies. ദൈവത്തിന് ഒത്തിരി ശരീരങ്ങളില്ല. Jesus Christ have only one body. യേശുവിന് ഒറ്റ ശരീരമേ ഉള്ളൂ. He has only one head. ആമേൻ. ഒരു കാരണം അവൻ ഒറ്റ തലയേ ഉള്ളൂ. Under his headship, അവന്റെ ആ ശിരസ്ഥാനത്തിനകത്ത് only one body is there. അതിന്റെ കീഴിൽ ഒറ്റ If we ശരീരമേ become the ഉള്ളൂ. part of that body, if we become the part of that body, ആ ശരീരത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെങ്കിൽ
we will have a constant growth in our Christian life. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിരന്തരമായ തുടർമാനമായ ഒരു വളർച്ച ഉണ്ടാകും. So it is most important thing, പ്രധാനപ്പെട്ട കാര്യം, for the blessing, അനുഗ്രഹത്തിനും for growth, വളർച്ചയ്ക്കും for the maturity, പക്വതയ്ക്കും for the safety, സംരക്ഷണത്തിനും you must be the part of the God's church. ആ ദൈവസഭയുടെ ഭാഗമായി നിങ്ങൾ മാറണം. When I studied about the word called sanctuary, സാങ്ച്വറി എന്ന പദത്തെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ there is a wonderful meaning is given in the dictionary. ഡിക്ഷണറിക്കകത്ത് നല്ല അർത്ഥം കൊടുത്തിട്ടുണ്ട്. The Bible, the dictionary says protection and safe place. അതിനകത്ത് സാങ്ച്വറി അല്ലെങ്കിൽ ആലയം എന്നതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം എന്താണെന്നറിയാമോ? സംരക്ഷണവും സുരക്ഷിത സ്ഥലവും എന്നാണ്. Especially for someone, something being chased or hunted. ഏതെങ്കിലും ഒരു വേട്ടക്കാരനാൽ ഓടിക്കപ്പെടുന്നതായ ഒരു, പ്രത്യേകിച്ചും ഓടിക്കപ്പെടുന്നതായ ഒരു ഒന്നിന് അഭയം നൽകുന്ന സംരക്ഷണ സ്ഥാനമെന്നാണ് സാങ്ച്വറി എന്ന വാക്കിന് കൊടുത്ത അർത്ഥം. In after the people of Israelites, when they captured the land of Canaan, കനാൻ ദേശം പിടിച്ചു കഴിഞ്ഞപ്പോൾ and Joshua divided the land to all the tribes. എല്ലാ ഗോത്രങ്ങൾക്കും യോശുവ അത് സ്ഥലങ്ങൾ വിഭാഗിച്ചു കൊടുത്തു. And God told Joshua to build the safe cities. ആമേൻ. അതിനകത്ത് യോശുവായ്ക്ക് ദൈവം കൊടുത്ത ഒരു നിർദ്ദേശം എന്താണെന്നറിയാമോ? സങ്കേത നഗരങ്ങൾ നിങ്ങൾ പണിയണം. If somebody is put into the fault, ആരെങ്കിലും അബദ്ധത്തിൽ ഒരാളെ കൊല്ലുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ ചെയ്താൽ, before he being attacked, he can run to that safe city. രക്തപ്രതികാരകൻ അവനോട് പ്രതികാരം ചെയ്യാൻ ഓടി വന്നാൽ അവൻ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കാൻ ഒരു അഭയകേന്ദ്രം വേണം. And because of the sin was chasing us one day. ആമേൻ. കാരണം നമ്മൾ ചെയ്ത പാപം നിമിത്തമായിട്ട് പാപം നമ്മെ പിന്തുടർന്ന് നമ്മെ വേട്ടക്കാരനെ പോലെ ഓടിച്ചോണ്ടിരിക്കുന്നു. The curse and the judgment was chasing us. അതിന്റെ ഫലമായിട്ടുണ്ടായതായ ന്യായവിധിയും ശാപങ്ങളും നമ്മെ പിന്തുടർന്ന് ഓടിക്കുന്നു. After we entered into the city of God, ദൈവത്തിന്റെ നഗരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിയുമ്പോൾ His blood protected us, His blood saved us. ആമേൻ. നമ്മെ സങ്കേത നഗരത്തിൽ അവന്റെ രക്തം സംരക്ഷിക്കുന്നു. In the land of Egypt, മിസ്രൈമിൽ God told people to kill the lamb of Pascha. അവിടെ പെസഹ കുഞ്ഞാടിനെ അറുക്കണമെന്ന് അവർക്ക് കൽപ്പന കൊടുത്തു. And the blood was sprinkled on every doorpost. എന്നിട്ട് കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും ഈ രക്തം, കുഞ്ഞാടിന്റെ രക്തം പുരട്ടണം. On that night the death angel came. അന്നാണ് സംഹാരദൂതൻ കടന്നു വരുന്നത്. Every firstborn was killed in the land of Egypt. മിസ്രൈമിലുള്ള സകല ആദ്യ ജാതന്മാരും കൊല്ലപ്പെട്ടു. But the death angel were not able to enter into any house of Israel because the blood was protected them. എന്നാൽ ആ കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും കുഞ്ഞാടിന്റെ രക്തം പുരട്ടപ്പെട്ടിരുന്നതിനാൽ സംഹാരദൂതന് ഇസ്രായേലിയ ഭവനത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. So the protection of God was started in their life. ആ ദൈവത്തിന്റെ സംരക്ഷണം ആ കുഞ്ഞാടിന്റെ രക്തം തുടങ്ങി അവരിൽ ആരംഭിച്ചു. Till they reached the land of promise. അവർ ആ വാഗ്ദത്ത നാട്ടിലെത്തുവോളം സംരക്ഷണം പിന്തുടർന്നു. The morning pillar of cloud was there. പകല് അവരെ മേഘസ്തംഭം കൊണ്ട് സൂക്ഷിച്ചു. That pillar of cloud gave the shade for the people to be protected. ആമേൻ. ആ മേഘം അവർക്ക് തലയ്ക്ക് മീതെ നിൽക്കുന്നത് കൊണ്ട് നല്ല ചൂടുള്ള അന്തരീക്ഷത്തിൽ അവർ തണുപ്പിൽ നിന്നു. And the night time there was a pillar of fire was there. രാത്രിയിൽ അഗ്നിത്തൂണ് അവർക്ക് വെളിച്ചവും ചൂടും കൊടുത്തു. The pillar of fire gave the light and also the heat to protect themselves from the cold. നമുക്കറിയാം, ആ പ്രത്യേക മരുഭൂമിയുടെ അന്തരീക്ഷത്തിൽ, തണുപ്പ് നിറഞ്ഞ അന്തരീക്ഷത്തിൽ അവർ തണുത്തു വിറച്ച് ചാകാതിരിപ്പാൻ ദൈവം ഈ അഗ്നിസ്തംഭത്താൽ രാത്രി വെളിച്ചവും അപ്പോൾ തന്നെ ചൂടും നൽകി. God sent the manna from heaven. മാത്രമല്ല ദൈവം സ്വർഗ്ഗത്തിൽ നിന്നും മന്ന കൊടുത്തു. Everything was completely 100% taken care of by God. അവർക്ക് എന്തെല്ലാം വേണമായിരുന്നു 100% അവരുടെ സംരക്ഷണം ദൈവകരങ്ങളിലായിരുന്നു. Of course they faced some problems and difficulties. തീർച്ചയായും മരുഭൂവാസികളായ ഇസ്രായേൽ മക്കൾ ചില പ്രതിസന്ധികളെ നേരിട്ടു. But God's hand was there to take and God helped them in that all situations. എങ്കിലും അങ്ങനെയുള്ളതായ സാഹചര്യത്തിൽ പോലും അവരെ സംരക്ഷിക്കുവാനും കാക്കുവാനും ദൈവം കൂടെ ഉണ്ടായിരുന്നു. So this is the time to enjoy the blessing and the protection of God. പ്രിയരെ, നമ്മൾ ദൈവത്തിന്റെ ആ അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ വിടുതലും ആസ്വദിക്കേണ്ട സമയമാണ്. You must be the part of the God's church. അത് അനുഭവിക്കണമെങ്കിൽ നമ്മൾ ദൈവസഭയുടെ ഭാഗമാകണം.
And we are living in the most evil and dangerous times. നമ്മൾ ആയിരിക്കുന്ന കാലം എന്ന് പറയുന്നത് ഏറ്റവും തിന്മ നിറഞ്ഞ വഷളത്വം നിറഞ്ഞ ഒരു Let കാലത്താണ്. me repeat that word. We are living in the most dangerous and evil times. ഞാൻ ഒന്നുകൂടി അത് ആവർത്തിക്കാം. ഏറ്റവും അപകടം നിറഞ്ഞതും ഏറ്റവും തിന്മ നിറഞ്ഞതുമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. People are feeling very insecure in these last days. ഈ അന്ത്യകാലത്ത് ആ വളരെയധികം സുരക്ഷിതത്വമില്ലായ്മ അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. In the 2020, many people they get into the afraid. ആ 2020 എന്ന് പറയുന്നത് ഭയത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട ഒരു വർഷമായിരുന്നു. Many people died because of the depression. ആ ഇതുപോലെ തന്നെ മനുഷ്യന് നൈരാശ്യം നിമിത്തമായിട്ട് വിഷാദ രോഗം നിമിത്തം അനേകരും മരിച്ചു. Only because of the COVID, only very few % of the people died. ശരിക്കും കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം കുറവാണ്. But rest, lot of people died in depression. പിന്നെ മരിച്ചവരാരാണെന്നറിയാമോ? കോവിഡ് വരുമോ എന്നുള്ള ഭീതി കൊണ്ട് അതിൻ്റെ ആ വിഷമം കൊണ്ട് മരിച്ച ആളുകളാണ്. Lot of people died because of their financial problems. ഒരുപാട് ആളുകൾ മരിച്ചത് തങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലമാണ്. Some people died because there is no good medical care. നല്ല മെഡിക്കൽ കെയർ കിട്ടാഞ്ഞത് കൊണ്ട് മരിച്ച ആളുകളുണ്ട്. Some people they don't have a proper food to eat. നല്ല ഭക്ഷണം ശരിയായ ഭക്ഷണം കിട്ടാഞ്ഞത് കൊണ്ട് മരിച്ചവരുണ്ട്. So people become very insecure in these last days. കഴിഞ്ഞ കാലങ്ങൾ നോക്കിക്കേ, 2020 എന്ന് പറയുന്നത് സുരക്ഷിതത്വമില്ലായ്മയുടെ ഒരു വലിയ നീണ്ട കാലയളവായിരുന്നു. In those days I was really watching the television. I just want to see the updates, what's going on. ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ടെലിവിഷനിലെ അപ്ഡേറ്റ്സുകൾ കാണും. But in the month of June I saw a news in the city of Delhi. എന്നാൽ ഡൽഹിയിൽ ജൂൺ മാസം നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ കണ്ടു. Lot of people they were just getting evacuated out of the city. ഈ കോവിഡിന്റെ സമയത്ത് ആളുകൾ സ്വയം വീട് ഒഴിഞ്ഞു പോവുകയാണ്. And people are just walking in the roads. ആളുകൾ വഴിയിൽ കൂടെ നടക്കുന്നു. The government doesn't take any care on them. അവരെ കുറിച്ച് ഗവൺമെന്റിന് ഒരു കരുതലുമില്ല. I saw one lady, she's pulling a suitcase. ഒരു big suitcase. ഒരു സ്ത്രീ ഒരു വലിയ സൂട്ട് കേസും ഇങ്ങനെ വലിച്ചോണ്ട്, and underneath the suitcase there is a wheels are there. ഈ ട്രോളി ബാഗാണ്, വലിയ സൂട്ട് കേസാണ്, അതിന്റെ അടിയിൽ വീലുണ്ട്. It is not a small suitcase, a big travel suitcase people carry for the foreign travels, big one. വലിയ വിദേശ യാത്രയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതായ തരത്തിലുള്ള വലിയൊരു സൂട്ട് കേസും ഉന്തിക്കൊണ്ട്. And she is having one big luggage on her head. തന്റെ തലയിൽ ഒരു വലിയ ചുമട് ചുമക്കുന്നു. And this lady is pulling that bag and walking on the road. എന്നിട്ട് ഈ ബാഗും വലിച്ചോണ്ട് ഈ സ്ത്രീ ഇങ്ങനെ വഴി കൂടെ നടക്കുക. On that suitcase there is a baby sleeping like this. എന്നാൽ വളരെ ഹൃദയം ഭേദിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ആ സൂട്ട് കേസിന്റെ മേളിൽ ഒരു കൊച്ചു കുഞ്ഞ് ഇങ്ങനെ കിടക്കുക. When I saw that thing, my heart was completely broken that day. ഞാൻ ആ കാഴ്ച കണ്ടപ്പോൾ എൻ്റെ ഹൃദയം പൊടിഞ്ഞുപോയി. What kind of a country we are living in? നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യം എങ്ങനെയുള്ളൊരു രാജ്യമാണ്? In that place, is there nobody is there to save these people? ഈ ജനത്തെ രക്ഷിക്കാൻ ആരുമില്ലേ? Then I understood we are living in a very unsafe time. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ആരും ഒരു സുരക്ഷിതമായ കാലത്തല്ല ജീവിക്കുന്നത്. That was the last news I watched in the television. From that time till now I am not watching TV at all. അന്ന് ആ ഒരു ചിത്രം കണ്ടതിന് ശേഷം പിന്നെ ഞാൻ കോവിഡിനെ സംബന്ധിച്ചുള്ള ഒരു വാർത്തയും ഈ നാഴിക വരെ കണ്ടിട്ടില്ല. All these news people they are speaking only 100% lie, no truth at all. ഈ മാധ്യമപ്രവർത്തകർ കാണിക്കുന്നതും പറയുന്നതും എല്ലാം ശരിയാണെന്ന് നമ്മൾ ധരിക്കരുത്. 100% ആ സത്യസന്ധതയില്ലാത്ത തെറ്റായ കാര്യമാണ് കാണിക്കുന്നത്. This is the only truth that we can believe. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു സത്യം ഈ സത്യഗ്രന്ഥം മാത്രമാണ്. So in these last days, ഈ അന്ത്യകാലത്ത് don't try to protect yourself. നിങ്ങളെ തന്നെ സംരക്ഷിക്കാൻ ശ്രമിക്കണ്ട. Because God's protection is already made. ദൈവം നമ്മെ സംരക്ഷിക്കാനുള്ളത് ഒരുക്കി വെച്ചിട്ടുണ്ട്. God gave the promises. ദൈവം നമുക്ക് അതിനുള്ള വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. As long as you be faithful 100% to the faith. നിങ്ങൾക്ക് ലഭിച്ച വിശ്വാസത്തോട് 100% നിങ്ങൾ വിശ്വസ്തരെങ്കിൽ God is always faithful to you.
ദൈവം നിങ്ങളോടും വിശ്വസ്തനാകും. He is faithful to your life. നിങ്ങളുടെ ജീവിതത്തോട് അവൻ He വിശ്വസ്തനാകും. is faithful to your family. നിന്റെ കുടുംബത്തോട് അവൻ He is വിശ്വസ്തനാകും. faithful to your children. മക്കളോട് വിശ്വസ്തനാകും. He is faithful to your ministry. ശുശ്രൂഷയോട് He is വിശ്വസ്തനാകും. faithful to your future. നിന്റെ ഭാവിയോട് വിശ്വസ്തനാകും. Till the time of the salvation. ആമേൻ. രക്ഷ സമ്പൂർണ്ണമാകുവോളം, Till we meet God in the air. നമ്മൾ കർത്താവിനെ കാണുവോളം, Till He is returned. അവന്റെ വരവ് വരെ We will be safe in the hands of Jesus Christ. യേശുവിന്റെ കരങ്ങളിൽ നമ്മൾ And സുരക്ഷിതരായിരിക്കും. Jesus said, യേശു പറഞ്ഞു, you are in my hands. നിങ്ങളെ എന്റെ കയ്യിൽ നിന്നും Without my will, no one can pluck out. ആമേൻ ഞാൻ അറിയാതെ ആരും പിടിച്ചു വലിക്കുകയില്ല. Sometimes people, they raise questions. ചിലപ്പോൾ ആളുകൾക്ക് നിരവധി ചോദ്യങ്ങൾ കാണാം. Brother, you say that we are in a very protected zone. Why some people are dying because of Christ? ആമേൻ. നിങ്ങൾ പറയും, ബ്രദറെ, ഞങ്ങൾ സുരക്ഷിത സ്ഥാനത്താണ്, നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ടല്ലോ, പക്ഷേ എന്തുകൊണ്ടാണ് ആളുകൾ മരിക്കുന്നത്? And God permitted certain people to die as a martyrs for His name's sake. ചില ആളുകളെ രക്തസാക്ഷികളായി മരിക്കുവാൻ ദൈവം അനുവദിക്കാറുണ്ട്, അതും തന്റെ മഹത്വത്തിന് വേണ്ടി, For the glory of God. ദൈവമഹത്വത്തിനായി, For the glory of the gospel. സുവിശേഷത്തിന്റെ മഹിമയ്ക്കായി, For the glory of the kingdom. രാജ്യത്തിന്റെ മഹത്വത്തിനായി God permitted. ദൈവം അത് അനുവദിച്ചതാണ്. Since He permitted, അവൻ അനുവദിച്ചതിനാൽ they were killed. അവർ കൊല്ലപ്പെട്ടു. And there was, when I was in America, ഞാൻ അമേരിക്കയിലായിരുന്നപ്പോൾ, and there was a missionary who did his ministry in some communist country. ചില കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ ദൈവവേല ചെയ്ത ഒരു ശുശ്രൂഷകൻ, And he was caught up by the police. താൻ പോലീസിനാൽ പിടിക്കപ്പെട്ടു. And they took him to some secret place. അങ്ങനെ അദ്ദേഹത്തെ ഒരു രഹസ്യ അറയിലേക്ക് കൊണ്ടുപോയി. And they tried to shoot him. അദ്ദേഹത്തെ വെടിവെക്കാൻ അവരൊരുങ്ങി. And the police took the gun and put it on his forehead. ഈ പോലീസ് അതിന്റെ ബാറിലെല്ലാം ശരിയാക്കി ഈ ശുശ്രൂഷകനെ, സുവിശേഷകന്റെ തലയിൽ തോക്ക് വെച്ചിരിക്കുക. And this man just closed his eyes. അദ്ദേഹം ഇങ്ങനെ കണ്ണടച്ച് നിൽക്കുക. And said, Lord, I commit myself into your hands. അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയാമോ? കർത്താവേ, ഞാൻ എൻ്റെ ആത്മാവിനെ Without thy will, nothing can happen to me. അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നീ അറിയാതെ I submit my spirit, soul, body, everything in your hands. എൻ്റെ പ്രാണൻ, ആത്മാവ്, എൻ്റെ ശരീരം എല്ലാം ഞാൻ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. If you want me to live on this earth the rest of the time, I will live for you. തോക്കിന്റെ മുമ്പിൽ നിന്ന് ഈ ദൈവദാസൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ഈ ലോകത്തിൽ ജീവിക്കണമെന്നുള്ളത് നിന്റെ ഹിതമെങ്കിൽ അങ്ങനെ ആകട്ടെ. If it is thy will to be died today at this moment by the bullet of this gun. ആമേൻ. ഈ തോക്കിന്റെ ഈ വെടിയുണ്ടയാൽ ഞാൻ മരിക്കണമെന്നുള്ളത് അങ്ങയുടെ ഹിതമെങ്കിൽ I am ready to die for your glory. ഞാൻ നിന്റെ മഹത്വത്തിനായി മരിക്കാൻ ഞാൻ ഒരുക്കമാണപ്പാ. And after this small prayer, he just closed his eyes. ഈ ചെറിയ പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹം കണ്ണടച്ചു. There are so many policemen there. അവിടെ നിരവധി പോലീസുകാർ But ഉണ്ടായിരുന്നു. one man took the gun and put it on his forehead. അതിലൊരു പോലീസുകാരനാണ് തന്റെ നെറ്റിക്ക് ഈ തോക്ക് വെച്ചിരിക്കുന്നത്. And he pressed the trigger for 3 times. 3 പ്രാവശ്യം ആ ട്രിഗർ വലിച്ചു. The bullet didn't come out. പോലീസുകാരൻ ട്രിഗർ കൈ അമർത്തിയിട്ടും ബുള്ളറ്റ് വെടിയുണ്ട പുറത്തു വന്നില്ല. And he thought something went wrong with the gun. ആമേൻ. അദ്ദേഹം വിചാരിച്ചത് തോക്കിനെന്തോ തകരാറ് പറ്റി. And he took another gun from his colleague. എന്നിട്ട് താൻ വേറെ ഒരു സഹപ്രവർത്തകന്റെ കയ്യിലിരിക്കുന്ന തോക്കെടുത്തു. And he did the same thing. വീണ്ടും നിറയൊഴിച്ചു. The bullet didn't come out. വെടിയുണ്ട പുറത്തു വന്നില്ല. No one can take the life of any Christian until God gives the permission. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം അനുവദിക്കാതെ, ദൈവം അനുവാദം കൊടുക്കാതെ ഒരാൾക്കും നമ്മുടെ പ്രാണനെ ഹനിക്കാൻ പറ്റുകയില്ല. God is the author of life. ജീവന്റെ ഉപജ്ഞാതാവ് ദൈവമാണ്. He can only give the life, he can only take the life. ആമേൻ. ജീവൻ തരാനും ജീവൻ എടുക്കാനും അവന് മാത്രമേ കഴിയത്തുള്ളൂ. Without God, no one has a permission. ദൈവത്തിന്റെ അറിവില്ലാതെ ആർക്കും നമ്മുടെ ജീവൻ എടുക്കാൻ കഴിയുകയില്ല. And after that, they same gun, they are trying to shoot in different directions. The bullets are coming. ആമേൻ. അതേ തോക്കുകൊണ്ട് വേറെ ദിശയിലേക്ക് അവർ വെടിവെച്ച് നോക്കിയപ്പോൾ ബുള്ളറ്റ് എല്ലാം ശരിയായി വരുന്നുണ്ട്. In that incident,
that so many soldiers were saved for Christ. നിങ്ങൾക്കറിയാമോ ആ ഒരു സംഭവത്തിൽ പോലീസുകാരെ രക്ഷിക്കപ്പെട്ടു. My dear brothers and sisters, we are protected by the power of God. വാത്സല്യമുള്ളവരെ, നാം സംരക്ഷിക്കപ്പെടുന്നത് നമ്മുടെ കഴിവുകൊണ്ടോ ബുദ്ധി കൊണ്ടോ മിടുക്കുകൊണ്ടോ അല്ല, ദൈവത്തിന്റെ ശക്തിയാലാണ് നാം സംരക്ഷിക്കപ്പെടുന്നത്. I don't know about the situation in Kerala. That the situation in Tamil Nadu is getting worse and worse. ആമേൻ. കേരളത്തിലെ സ്ഥിതി എനിക്കറിയത്തില്ല. തമിഴ്നാടിന്റെ സ്ഥിതി ഓരോ ദിവസവും ചെല്ലും തോറും വഷളായിക്കൊണ്ടിരിക്കുന്നു. All these Pentecostal pastors are making fellowships and making different type of groups and making chorus against the government. ആമേൻ. ഇപ്പോൾ പാസ്റ്റർമാർ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഓരോരോ മീറ്റിങ്ങുകൾ നടത്തി ഗവൺമെന്റിനെതിരെ അവർ പ്രഖ്യാപിക്കുക. These are all the foolish things. ഈ ഗവൺമെന്റിനെതിരെ മുദ്രാവാക്യമൊക്കെ വിളിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ മണ്ടത്തരമാണ്. If we submit ourselves into the mighty hand of God, ദൈവത്തിന്റെ ആ കരങ്ങളിൽ നാം നമ്മെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, God's divine protection is around us. നമുക്ക് ചുറ്റും ദൈവിക സംരക്ഷണമുണ്ട്. No matter what situation we grow through, നമ്മൾ കടന്നു പോകുന്ന അവസ്ഥ ഏതുമാകട്ടെ, till that salvation which has to be taken place in this last time, ഈ അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള രക്ഷ, it is His duty to protect us and to save us. അങ്ങനെയാണെങ്കിൽ നമ്മിൽ വെളിപ്പെടാനുള്ള രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട കടമ ദൈവത്തിൻ്റെതാണ്. And before I closing, I just want to say one of the incident what happened in one man's ministry. ഒരു ശുശ്രൂഷയിൽ സംഭവിച്ച ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ One അവസാനിപ്പിക്കാം. pastor, he was doing a wonderful ministry in the kingdom of God. ദൈവരാജ്യത്തിൽ നല്ല ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു കർത്തൃദാസൻ, Suddenly his church finance gone in very poor condition. ഒരിക്കൽ അദ്ദേഹത്തിന്റെ സഭയുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി. He already took a lot of loan from the bank to make some construction for the church building. സഭാ ഹാള് മന്ദിരം പണിയാൻ വേണ്ടി കുറച്ച് ലോണുകൾ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട്. The church secretary called the pastor and said, "Pastor, it is very hard. The situation is going worse and worse." ആമേൻ. സഭയിലെ സെക്രട്ടറി വിളിച്ചു പാസ്റ്ററോട് പറഞ്ഞു, നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. Next week we will get the bill from the bank. We have to pay the loan. ആമേൻ. നമുക്ക് അടുത്ത ആഴ്ച നോട്ടീസ് വരും, നമ്മൾ അത് പേ ചെയ്യണം. I don't know what to do. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലെന്ന് സെക്രട്ടറി പറഞ്ഞു. And pastor, after he heard the message, he said, "Okay, I will find something." ആ പാസ്റ്റർ ഇത് കേട്ടിട്ട് പറഞ്ഞു, എന്തെങ്കിലും ചെയ്യാം. And immediately the wife ran up to the pastor. പെട്ടെന്ന് പാസ്റ്ററുടെ ഭാര്യ ഓടി വരികയാണ്. And she asked, "What is the problem?" എന്താണ് പ്രശ്നം? This is the problem the secretary is telling. ആ സെക്രട്ടറി പറഞ്ഞ വിഷയം ഇതാണ്, Our finance is going down. നമ്മുടെ സാമ്പത്തിക സ്ഥിതി താഴോട്ട് പോകുന്നു. Our account balance is showing red. നമുക്ക് നമ്മുടെ ഇത് വളരെ സീറോ ആണ്. In few weeks we'll get the loan bill from the bank. We don't know how to pay that. നമ്മൾ എടുത്ത ലോൺ തിരിച്ചടക്കേണ്ടതായ നോട്ടീസ് ബാങ്കിൽ നിന്ന് വരും. And she got upset and sat in the sofa. പെട്ടെന്ന് ആ സഹോദരി സോഫയിൽ വീണു. And this pastor, he doesn't know what to do. എന്ത് ചെയ്യണമെന്നറിയാതെ ഈ ദൈവദാസൻ കുഴങ്ങി. He was very upset. He doesn't know what to do. മനസ്സിലാകാതെ നിൽക്കുകയാണ് അദ്ദേഹം. And suddenly he took the car. പെട്ടെന്ന് ആ ദൈവദാസൻ കാർ എടുത്തു. And he came back after 4 hours. 4 മണിക്കൂറിന് ശേഷം അദ്ദേഹം തിരിച്ചു വീട്ടിൽ വന്നു. And he came with a full of joy and happiness in his face. ആമേൻ. എന്നാൽ താൻ തിരിച്ചു വന്നപ്പോഴുണ്ടല്ലോ, തന്റെ മുഖത്ത് അങ്ങോട്ട് പോയപ്പോഴുള്ള നിരാശയിലല്ല, തിരിച്ച് സന്തോഷത്തോടെ മടങ്ങി വന്നു. And she was not able to understand what happened to this man. തന്റെ ഭാര്യയ്ക്ക് മനസ്സിലായില്ല ഭർത്താവിന് എന്ത് പറ്റിയെന്ന്. While he was going, he went with very sad and frustrated. അങ്ങോട്ട് പോയപ്പോൾ നിരാശനായിട്ട് വളരെ ദുഃഖിച്ചു പോയി. And she thought somebody gave some money to him to pay the bill. ചിലപ്പോൾ ഈ സ്ത്രീ വിചാരിച്ചു, ചിലപ്പോൾ ആരെങ്കിലും ഇദ്ദേഹത്തിന് ഇതെല്ലാം ബാങ്കിലെ ലോൺ അടയ്ക്കാനുള്ള പണം കൊടുത്തു കാണും. And she said, "Honey, is there anybody gave you money to pay the bill?" ഭാര്യ ഭർത്താവിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആരെങ്കിലും പണം അടയ്ക്കാൻ പൈസ തന്നോ? No, don't one give anything to me. ആമേൻ. അദ്ദേഹം പറഞ്ഞു, ആരും എനിക്കൊന്നും തന്നില്ല. Let us both go outside. നമുക്ക് പുറത്തോട്ട് പോകാം. And she asked where we are going. താൻ ചോദിച്ചു, നമ്മൾ എവിടാ പോകുന്നത്? Let us go to California for vacations. അദ്ദേഹം പറഞ്ഞു, നമുക്ക് കാലിഫോർണിയയിൽ ഒരു വെക്കേഷന് വേണ്ടി We പോകാം. are already in problem. How we can go to the vacations? ഇപ്പം ഈ ഭാര്യ ചോദിച്ചു, നമ്മൾ ഇപ്പോൾ തന്നെ കടത്തിലാണ്, പ്രശ്നത്തിലാണ്, പിന്നെ എങ്ങനെ വെക്കേഷന് പോകും? Honey, I also worried same like you. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനും നിന്നെ പോലെ തന്നെ വിഷമിച്ചിരിക്കുക. I went to the church. ഞാൻ സഭയിൽ പോയി. I kneeled down before the altar. ഞാൻ ആൾട്ടറിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു. I told Jesus, ഞാൻ യേശുവിനോട് പറഞ്ഞു, "Jesus, this is your house." ഞാൻ
യേശുവിനോട് പറഞ്ഞു, കർത്താവേ ഇത് നിന്റെ വീടാ. I got the loan for not for my house, that is for your house. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, ഞാൻ ഈ ലോൺ എടുത്തതേ എന്റെ വീട് കെട്ടാൻ വേണ്ടിയല്ല, നിന്റെ പെര പണിയാനാ. In 2 weeks we have to pay the bill. അതുകൊണ്ട് 2 ആഴ്ചക്ക് ഉള്ളിൽ ഈ പണമടയ്ക്കണം. We don't have any money in our hands. എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല. So this is your problem. എന്നിട്ട് കർത്താവിനോട് മാസ്റ്റർ പറയാണ്, In 2 weeks, എന്റെ പ്രശ്നമല്ല നിന്റെ പ്രശ്നമാണ്. In 2 weeks paying this loan bill to the bank, it is not my pastor's problem, it is Jesus' problem. ആമേൻ. 2 ആഴ്ചക്കുള്ളിൽ ബാങ്കിലെ പണമടച്ച് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഞാൻ പറയും പാസ്റ്ററുടെ കുഴപ്പം കൊണ്ടല്ല, ഈ വീട് ആരുടെയാണോ ആ വീട്ടുടമസ്ഥനായ യേശുവിന്റെ പ്രശ്നമാണ്. No, in that prayer itself he said, it is not my problem, it is your problem. പ്രാർത്ഥനയിൽ താൻ പറയുകയാണ്, എന്റെ പ്രശ്നമല്ല നിന്റെ പ്രശ്നമാണ്. I am taking my wife to California for vacations. എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയും എടുത്തോണ്ട് ഞാൻ കാലിഫോർണിയയിലേക്ക് വെക്കേഷന് പോകുന്നു. After he went, താൻ പോയി കഴിഞ്ഞ് and 2 days 2 ദിവസം കഴിഞ്ഞ the secretary is calling. സെക്രട്ടറി വിളിച്ചു, Somebody has sent $10,000 in our account. നമ്മുടെ അക്കൗണ്ടിലേക്ക് ആരോ ആ ഒരു 10 ലക്ഷം 70 ലക്ഷം രൂപ ഇട്ടിരിക്കുന്നു. We have extra money than the loan bill. നമ്മൾ അടച്ചു തീർക്കേണ്ടതിനേക്കാൾ അധികം പണം ഇപ്പോൾ അക്കൗണ്ടിലുണ്ട്. As long as you think the problem is yours, it is your problem. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുകയാണ് ഇത് നിങ്ങളുടെ പ്രശ്നമാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് മറുപടിയില്ല. But when you hand over everything into the hand of the Lord, ഇത് എന്റെ പ്രശ്നമല്ല കർത്താവേ, ഇത് നീ ഏറ്റെടുക്കേണ്ട വിഷയമാണെന്ന് പറഞ്ഞ് അവന് കൊടുത്താൽ He will take care of you. അവൻ നിന്നെ സഹായിക്കും. He will protect you. അവൻ നിന്നെ He will സംരക്ഷിക്കും. bless you. അവൻ നിന്നെ He will അനുഗ്രഹിക്കും. heal you. സൗഖ്യമാക്കും. He will take care of you അവൻ നിന്റെ കാര്യങ്ങളെ നോക്കി നടത്തും. till you meet him in the air. ആമേൻ. അവനെ കാണുന്നത് വരെയും You are protected by the power of God. വചനം പറയുന്നു, നിങ്ങൾ ദൈവശക്തിയാൽ കാക്കപ്പെടുന്നവരത്രേ. There is no any other power beyond the power of Jesus Christ. യേശുവിന്റെ ശക്തിക്ക് മീതെ അത് നിൽക്കുന്ന ഒരു ശക്തിയുമില്ല. Only the power of God can protect you. ഇന്ന് പകൽ സഹോദരി സഹോദര മാതാവേ പിതാവേ നിന്നെ സൂക്ഷിക്കുവാൻ അവന്റെ ശക്തിക്ക് കഴിയും. Have faith in God എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. and trust God. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. Walk with God like Enoch. ആമേൻ. ഹാനോക്കിനെ പോലെ ദൈവത്തോട് കൂടെ നടക്കുക. The day is coming, you will be translated. നിങ്ങൾ എടുക്കപ്പെടുന്ന ഒരു ദിവസം വരുന്നു. Let us all stand. നമുക്കെല്ലാം എഴുന്നേറ്റ് നിൽക്കാം. Let us all stand. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. How many of you are blessed by this word this morning? ഇന്ന് കാലത്ത് പ്രസംഗിച്ച ഈ വചനം നിമിത്തം എത്ര പേര് അനുഗ്രഹിക്കപ്പെട്ടവരുടെ കരങ്ങളെന്ന് കാണട്ടെ. Past 2 days, how many of you feel that God has spoken to your life? നിങ്ങളുടെ ജീവിതത്തോട് കർത്താവ് ഇടപെട്ടെന്ന് വിശ്വാസമുള്ളവർ, കഴിഞ്ഞ 2 ദിവസങ്ങൾ ദൈവം ഇടപെട്ടെന്ന് വിശ്വാസമുള്ളവർ കരങ്ങളെന്ന് കാണിച്ച്. Those who need prayer, just lift up your hands. പ്രാർത്ഥന ആവശ്യമുള്ളവർ ദയവായി നിങ്ങളുടെ കരങ്ങളൊന്ന് Let us ഉയർത്തിക്കേ. lift up your hands. നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തിക്കേ. Our gracious and loving Heavenly Father, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, we come to your throne of grace. ഞങ്ങൾ അവിടുത്തെ കൃപാസനത്തോളം അടുത്ത് വരുന്നു. I commit all the people who surrendered themselves to the word. ഇന്ന് വചനം കേട്ടതായ പ്രാർത്ഥനയ്ക്ക് നിൽക്കുന്നതായി Lord, bless them, Lord. അവരെ അനുഗ്രഹിക്കും. Bless them abundantly അവരെ സമൃദ്ധമായി and അനുഗ്രഹിക്കും. give them thy protection to them. അവർക്ക് വേണ്ട സംരക്ഷണം നൽകും. Help them to live a faithful life for thy glory. നിന്റെ മഹത്വത്തിനായി ഒരു വിശ്വസ്ത ജീവൻ നയിപ്പാൻ സഹായിക്കും. Let your presence cover their life, O God. കർത്താവേ, അങ്ങയുടെ വിലയേറിയ മക്കളെ സൂക്ഷിക്കും. I commit their family in your hands. അങ്ങ് അവരുടെ കുടുംബങ്ങളെ I ഏൽപ്പിക്കുന്നു. commit their children in your hands. അവരുടെ മക്കളെ ഏൽപ്പിക്കുന്നു. I commit their business in your hands. അവരുടെ ബിസിനസിനെ നിന്റെ I കരങ്ങളിൽ commit തരുന്നു. their future in your hands. അവരുടെ ഭാവിയെ I ഏൽപ്പിക്കുന്നു. commit their ministry in your hands. അവരുടെ ശുശ്രൂഷകളെ ഏൽപ്പിക്കുന്നു. Let your divine protection be upon them. സ്വർഗീയമായിട്ടുള്ള ഒരു സൂക്ഷിപ്പ് അവരിൽ ഉണ്ടാകണം. Bless them, Lord. അവരെ അനുഗ്രഹിക്കും. Help them to walk like Enoch walked with you. ഹാനോക്ക് അങ്ങയോട് കൂടെ നടന്നതുപോലെ നടപ്പാൻ അവരെ ഓരോരുത്തരെയും The സഹായിക്കും. time when you come, help them to be in glory. നീ വരുമ്പോൾ നിന്നോടൊപ്പം അവരും കാണുവാൻ സഹായിക്കണം. Let your grace and mercy be upon them. നിന്റെ കരുണയും കൃപയും അവരുടെ മേൽ ചൊരിയണം. I pray for all the brothers and sisters who are gathered in this place. ഇന്ന് ഇവിടെ നിൽക്കുന്ന സകല സഹോദരി സഹോദരന്മാർക്കായി ഞാൻ I പ്രാർത്ഥിക്കുന്നു. pray for the man who helped me in the translation. എന്റെ ശുശ്രൂഷയിൽ പരിഭാഷ Bless him, bless his family, bless his ministry. തന്നെയും തന്റെ കുടുംബത്തെ ശുശ്രൂഷയെ അനുഗ്രഹിക്കണം. We ask it in Jolie
precious name of the Lord and Savior Jesus Christ. ഇതെല്ലാം ഇന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അരുമനാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ പിതാവേ. Amen. ആമേൻ. God bless you all. See you later. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവൻ നിങ്ങളെ സഹായിക്കട്ടെ.